ഇ.പി. ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്ന് എം.വി. ഗോവിന്ദൻ. ഇ.പിയുടെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ബി. ജോയിയെ തിരഞ്ഞെടുത്തു. വിശദാംശങ്ങൾ സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ല, സ്വയം ഒഴിഞ്ഞുപോയതാണെന്നതടക്കം നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രവർത്തനത്തിലെ പോരായ്മയാണെന്നാണല്ലോ പറയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടാണ് ഇ.പി. ജയരാജൻ അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പുറത്തു വന്നത്. അതിന് പിന്നാലെ നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ കൃത്യമായി തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം.വി. ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഇ.പി. ജയരാജൻ പിന്നീടും LDF കൺവീനർ സ്ഥാനത്ത് തുടർന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം നടപടി ഏത് തരത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു അടഞ്ഞ അധ്യായമല്ല എന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന രൂക്ഷമായ ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഏതായാലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാനഘട്ട മറുപടി പ്രസംഗത്തിലാണ് എം.വി. ഗോവിന്ദൻ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കൃത്യമായും ഇ.പിയുടെ പ്രവർത്തനത്തിൽ പോരായ്മകളുണ്ടായി. പാർട്ടിക്ക് അതീതനായി അല്ലെങ്കിൽ പാർട്ടിക്ക് കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കൃത്യമായി അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പലതരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ട സമയത്ത് അദ്ദേഹം മറുപടി പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ഏതായാലും അതീവ ഗൗരവമായി തന്നെ ആ വിഷയത്തെ പാർട്ടി അന്ന് തന്നെ എടുത്തിരുന്നു. അതിന് ഉദാഹരണമായി തന്നെ ഉള്ള രീതിയിൽ പാർട്ടി എടുത്ത നിലപാട് കൃത്യമാണ്, അത് ശരിയാണ് എന്ന് തന്നെയാണ് എം.വി. ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ശരി സ്റ്റെഫൻ.